എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വീഡിയോ 9 ആണ്. കേഡ സബ്ജക്റ്റിലെ മൊഡ്യൂൾ 5-ലെ അനദർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു പ്രോബ്ലത്തിൻ്റെ ഹെൽപ്പോടുകൂടി മാത്രമാണ് ആ ടോപ്പിക്സുകൾ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ ഒരു പ്രോബ്ലം ആയിരിക്കും നമ്മളിന്ന് ഈ ഒരു വീഡിയോയിൽ ചെയ്യുക. ഫസ്റ്റ് നമുക്ക് ടോപ്പിക് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ബൗണ്ടറി കണ്ടീഷൻസ് ആൻഡ് സൊല്യൂഷൻ പ്രൊസീജിയർ, ദെൻ പോസ്റ്റ് പ്രോസസ്സിംഗ് ഫേസ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ പ്രോബ്ലത്തേക്ക് പോകാം. ഓക്കെ, പേജ് നമ്പർ 5.47 എയർവാക്ക് ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലം 5.5 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ പ്രോബ്ലം ഒന്ന് റീഡ് ചെയ്യാം. കൺസിഡർ എ ബാർ ആസ് ഷോൺ ഇൻ ഫിഗർ 1. ആൻ ആക്സിയൽ ലോഡ് ഓഫ് 200 kN ഈസ് അപ്ലൈഡ് അറ്റ് എ പോയിന്റ് P. ടേക്ക് ഏരിയ 2400 mm², യങ്സ് മോഡുലസ് 1 70 × 10⁹ Nm/m², and area 2 600 mm², and Young's modulus 2 210⁹ Nm/m². Calculate the following: a nodal displacement at a point P, B stress in each material, reaction force. So friends, നമുക്ക് ഈ പ്രോബ്ലത്തിൽ നമുക്ക് കുറച്ച് ഡാറ്റാസ് തന്നിട്ടുണ്ട്. രണ്ട് ഏരിയകളും രണ്ട് യങ്സ് മോഡുലസുകളും നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത് കുറച്ച് നോഡൽ ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് പോയിന്റ് പി എന്ന് പറയുന്ന അവിടുത്തെ നോഡൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്ന് കണ്ടുപിടിക്കേണ്ടത്, യു ആണ് കണ്ടുപിടിക്കേണ്ടത്. ദെൻ സ്ട്രെസ് ഇൻ ഈച്ച് മെറ്റീരിയൽ, രണ്ടിലത്തെയും സ്ട്രെസ് കണ്ടുപിടിക്കണം, അതായത് സിഗ്മകൾ കണ്ടുപിടിക്കണം. ദെൻ റിയാക്ഷൻ ഫോഴ്സ് കണ്ടുപിടിക്കണം. ഓക്കെ, 3 റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടെങ്കിൽ ആ 3 റിയാക്ഷൻ ഫോഴ്സ് നമ്മൾ കണ്ടുപിടിക്കാം. അത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം, എങ്ങനെ 3 വന്നെന്നുള്ള കാര്യം പറഞ്ഞുതരാം. മാത്രമല്ല നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് ആക്സിയൽ ലോഡ് ഓഫ് 200 kN ഈസ് അപ്ലൈഡ് അറ്റ് എ പോയിന്റ് പി. അതും നമുക്ക് ഈ പ്രോബ്ലത്തിൽ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. സോ നമുക്ക് ആദ്യം തന്നെ ഒരു പ്രോബ്ലം വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രോബ്ലത്തിന് ഒരു ഐഡിയ ഉണ്ടാക്കണമെന്നൊക്കെ മുന്നേ തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു സ്റ്റെപ്പാണ് ഗിവൺ ഡാറ്റകൾ എഴുതുക. സോ നമുക്ക് ഈ കാണുന്ന പോലെ നമുക്ക് അതിൻ്റെ ഗിവൺ ഡാറ്റകൾ നല്ല വൃത്തിക്ക് എഴുതി വയ്ക്കാം. ആദ്യം തന്നെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന സമയത്ത് എക്സാമിന് ഗിവൺ ഡാറ്റ ഇതുപോലെ നല്ല വൃത്തിക്ക് എഴുതിച്ചാൽ അപ്പോൾ തന്നെ കാണുമ്പോൾ ഭയങ്കര ഇംപ്രഷൻ ആയിരിക്കും. സോ 2 ഏരിയ ഉണ്ട്, 2 ലെങ്ത്തുകളുണ്ട്. ലെങ്ത്തുകൾ നമുക്ക് ഫിഗറിൽ നിന്നാണ് കിട്ടിയത്. ദെൻ 2 യങ്സ് മോഡുലസ് ഉണ്ട്. ദെൻ ഒരു ലോഡ് ഉണ്ട്. ആ ലോഡിനെ നമുക്ക് കിലോ ന്യൂട്ടൺ കൺവേർട്ട് ചെയ്തിട്ട് ന്യൂട്ടൺ ആക്കിയിട്ടുണ്ട്. 3 അപ്ലൈ ചെയ്തിട്ട് ന്യൂട്ടൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്കിനി ഈ ഫിഗറിനെ പറ്റി പഠിക്കാം. എന്താണ് ഈ ഫിഗറിൽ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഫിഗർ. നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന ഫിഗർ ഇതാണ്. അതൊരു സ്റ്റെപ്പഡ് ബാറാണ്. 2 സൈഡ് ഫിക്സഡ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പഡ് ബാറാണ്. നമുക്കിവിടെ കാണാൻ പറ്റും. ഈ സൈഡും ഫിക്സഡാണ്, ഈ സൈഡും ഫിക്സഡാണ്. സോ നമുക്ക് നമ്മുടെ പ്രീ പ്രോസസ്സിംഗ് സ്റ്റേജ് ആയിട്ടുള്ള നമ്പറിംഗ് ഓഫ് എലമെൻറ്റ്സും നമ്പറിംഗ് ഓഫ് നോഡ്സും ആണ് ഇനി ചെയ്യേണ്ടത്. നമുക്ക് ഇത് സ്റ്റെപ്പഡ് ബാറാണ്. നമുക്ക് ഈസിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പാർട്ടിനെ നമുക്ക് എലമെൻറ്റ് 1 ആയിട്ടും ഈ ഒരു പാർട്ടിനെ എലമെൻറ്റ് 2 ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഡൗട്ട് വരാം, ഇത് എന്തുകൊണ്ട് ഇങ്ങനെ 2 എലമെൻ്റ് ആയിട്ട് എടുത്തു? ഇതിൻ്റെ ഷേപ്പ് കാരണം മാത്രം നമുക്ക് 2 എലമെൻ്റ് ആയിട്ട് എടുക്കേണ്ട കാര്യമുണ്ടോ? നമുക്കൊരു 4 എലമെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് എടുത്തുകൂടെ എന്ന് ചോദിക്കാം. തീർച്ചയായിട്ടും എടുക്കാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ 1 എന്ന് പറയുന്ന ഈ ഒരു സിംഗിൾ എലമെൻറ്റിനെ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് 2 എലമെൻ്റ് ആക്കിയിട്ട് എടുക്കാം. അതുപോലെ ഈ 2 എന്ന് പറഞ്ഞ എലമെൻറ്റിനെ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് 2 എലമെൻ്റ് ആയിട്ട് എടുക്കാം. അങ്ങനെ ടോട്ടൽ 4 എലമെൻറ്റ്സ് ആയിട്ട് വേണമെങ്കിൽ വരെ എടുക്കാം. പക്ഷേ നമ്മൾ എത്രത്തോളം എലമെൻറ്റ്സ് കൂട്ടുന്നോ അത്രത്തോളം നമ്മുടെ ആ ഒരു പ്രോസസ്സിങ് ടൈം കൂടുതലായിരിക്കും. അപ്പോൾ ഇതൊരു പാർട്ടാണെങ്കിൽ ഇതിനൊരു ഹാഫ് അയച്ചെങ്കിൽ ആ ഹാഫിന് ആദ്യം നമ്മൾ സ്റ്റിഫ്നെസ് മെട്രിക്സ് അങ്ങനത്തെ ഇക്വേഷൻസ് ഒക്കെ കണ്ടുപിടിക്കണം. വീണ്ടും അടുത്ത പാർട്ടിനെ വീണ്ടും ഇക്വേഷൻ കണ്ടുപിടിക്കണം, വീണ്ടും കണ്ടുപിടിക്കണം. അപ്പോൾ 4 പ്രാവശ്യം ഈ പ്രോസസ്സ് ചെയ്യേണ്ടി വരും. സോ ഇങ്ങനെ ആകുമ്പോൾ 2 എലമെൻ്റ് എടുത്തുള്ളൂ വെച്ചെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈസി ആയിട്ട് 2 പ്രാവശ്യം പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റും. ദെൻ അപ്പോൾ 2 എലമെൻറ്റ് നമ്മൾ എടുക്കണം കാര്യം ഇവിടെ പറഞ്ഞു. ഇനി എത്ര നോഡുകൾ ഉണ്ടായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സിമ്പിളായിട്ട് ഇവിടെ കണക്റ്റഡ് ആയിട്ടുള്ള കാരണം ഇവിടെ ഒരു നോഡ് ഉണ്ടാവും, നോഡ് 1. ദെൻ ഈ പോയിന്റ് പി ജോയിൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ കാരണം 2 എലമെൻറ്റിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന ഒരു ഏരിയ കാരണം നമുക്ക് അതിനവിടെ ഒരു നോഡായിട്ട് എടുക്കാം. സോ നോഡ് 2. അതുപോലെ തന്നെ ഈ ഒരു എൻഡിനെ നമുക്ക് എന്ത് ചെയ്യാം, നോഡ് 3 ആയിട്ട് എടുക്കാം. അപ്പോൾ അങ്ങനെ നോഡും എലമെൻറ്റും നമ്പർ ചെയ്തിട്ടുള്ള പിക്ചർ എങ്ങനെ വരിക നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ കാണുന്ന പിക്ചറിൽ എലമെൻറ്റുകൾ നമ്പർ ചെയ്തിട്ടുണ്ട്, അതുപോലെ നോഡുകൾ നമ്പർ ചെയ്തിട്ടുണ്ട്, ബാക്കി ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട്, ലോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ് എലമെൻറ്റ് 1, എലമെൻറ്റ് 2, നോഡ് 1, നോഡ് 2, നോഡ് 3. നോഡ് 2-ലാണ് പി എന്ന് പറയുന്ന ലോഡ് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ 2 എലമെൻറ്റിന് ലെങ്ത്ത് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. 300 mm 400 mm സെപ്പറേറ്റ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് ആ പി എന്ന് പറയുന്ന പോയിന്റിൻ്റെ അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിനൊക്കെ മുന്നേയായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് ഞാനിവിടെ കാണിക്കുകയാണ്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ ചിലപ്പോൾ ഈ ഒരു വീഡിയോ ആയിരിക്കും ആദ്യമായിട്ട് കാണുന്നുണ്ടാവും. സോ അങ്ങനെയുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് ഈ ഇക്വേഷൻസ് ഒക്കെ വന്നേ എന്നുള്ളൊരു ഡൗട്ട് വരാതിരിക്കാനാണ് ആ ഇക്വേഷൻസ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പോൾ കാണിക്കാൻ പോകുന്ന ഇക്വേഷൻസ് നോട്ട് ചെയ്താൽ നന്നായിരിക്കും. ഫസ്റ്റ് നമുക്ക് ഉള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ജനറൽ ഫോഴ്സ് ഇക്വേഷൻ ആണ്. ഫോഴ്സ് ഈസ് ഈക്വൽ ടു സ്റ്റിഫ്നെസ് മെട്രിക്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് മെട്രിക്സ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമായിരുന്നു. ദെൻ അതിലെ സ്റ്റിഫ്നെസ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും.
ടു നോഡഡ് വൺ ഡയമെൻഷണൽ ബാർ എലമെൻ്റ് ആണെങ്കിൽ അതിൻ്റെ സ്റ്റിഫ്നെസ് മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K is equal to A divided by L into 1 minus 1 minus 1 1 ഇതുപോലെ ആയിരിക്കും സ്റ്റിഫ്നെസ് മെട്രിക്സ്. അതുപോലെ തന്നെ ഈ ഫോഴ്സ് മെട്രിക്സ് ടു നോഡായ കാരണം ഫോഴ്സിനെ രണ്ടായിട്ട് കൊടുക്കാം. നോഡ് 1ലെ ഫോഴ്സ് നോഡ് 2ലെ ഫോഴ്സ് ഉണ്ടാകും. സോ ആ മെട്രിക്സ് നമ്മൾ ഇലാബറേറ്റ് ചെയ്ത് എഴുതുമ്പോൾ F1 F2 ആയിട്ട് എഴുതണം. അതുപോലെ തന്നെ മെട്രിക്സ് U, ഈ മെട്രിക്സിനെ നമ്മൾ വലുതാക്കി എഴുതുമ്പോൾ U1 U2 ആയിട്ട് എഴുതണം. അങ്ങനെ എഴുതിയ ഒരു ഇക്വേഷനാണ് നമ്മൾ ഈ കാണാൻ പോകുന്നത്. ഫൈനൈറ്റ് എലമെൻറ്റ് ഇക്വേഷൻ F1 F2 is equal to AE by 1 minus 1 minus 1 1 into U1 U2. അതായത് ഒന്നുമില്ല, ജസ്റ്റ് F ഈക്വൽ ടു K ഇൻറ്റു U. അത്രേ ഉള്ളൂ ഇക്വേഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഇക്വേഷൻ മുന്നേ നോട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻസ് നിങ്ങൾ നോട്ട് ചെയ്തിരിക്കുന്നത് ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് ഭയങ്കര ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ള വേറെ കുറച്ച് ഇക്വേഷൻസ് ആണ്. സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. സ്ട്രെസ് കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ സബ് ക്വസ്റ്റ്യൻ നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട്. സോ സ്ട്രെസ്സിൻ്റെ ഇക്വേഷനാണ് കൊടുത്തുള്ളത്. സ്ട്രെസ് സിഗ്മ 1 is equal to E1 യങ്സ് മോഡുലസ് ഓഫ് ഫസ്റ്റ് എലമെൻറ്റ് ഇൻറ്റു നോഡ് 2ൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് മൈനസ് നോഡ് 1ൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ലെങ്ത് ഓഫ് ഫസ്റ്റ് എലമെൻറ്റ്. അതുപോലെ തന്നെ എലമെൻറ്റ് 2ൻ്റെ സ്ട്രെസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും സിമിലർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ റിയാക്ഷൻ ഫോഴ്സ് കണ്ടുപിടിക്കാൻ റിയാക്ഷൻ ഫോഴ്സ് മെട്രിക്സ് R is equal to സ്റ്റിഫ്നെസ് മെട്രിക്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് മെട്രിക്സ് മൈനസ് ഫോഴ്സ് മെട്രിക്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഇക്വേഷൻ കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഇക്വേഷൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത്. ഈ ഇക്വേഷൻ കൂടി നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കടുത്ത് പ്രോബ്ലം ചെയ്യുമ്പോൾ എളുപ്പമായി. ഇത് എളുപ്പമുള്ള ഇക്വേഷനാണ്, വേറെ ഒന്നുമില്ല. ജസ്റ്റ് നമുക്കറിയാം യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. ഈ കാണുന്നത് സ്ട്രെയിൻ്റെ ഇക്വേഷനാണ് കേട്ടോ. ഡിസ്പ്ലേസ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത് ചേഞ്ച് ഇൻ ലെങ്ത് ആണ് അല്ലേ. ഒരെണ്ണം ഒരു സ്ഥലത്ത് നിന്ന് എത്രത്തോളം ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായെന്നുള്ളത് ചേഞ്ച് ഇൻ ലെങ്ത് ആണ് ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത്. അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് സിമ്പിളായിട്ട് ഇത്രേ ഉള്ളൂ. സ്ട്രെസ് ഇസ് ഈക്വൽ ടു യങ്സ് മോഡുലസ് ഇൻറ്റു സ്ട്രെയിൻ, അല്ലെങ്കിൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു യങ്സ് മോഡുലസ്. ആ ഇക്വേഷനാണ് വലിയ കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല. ഇത് നമുക്ക് പുതിയതായിട്ടുള്ള ഒരു ഇക്വേഷനാണ്. കാരണം ബാലൻസിങ് ഫോഴ്സുകൾ വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഫോഴ്സിൻ്റെ ടൈമാണ്. അതിൽ നിന്ന് സാധാ ഫോഴ്സ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ബാലൻസിങ് ഫോഴ്സ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനാണ് റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്കുള്ളത്. അപ്പോൾ അതും കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, നോട്ട്ബുക്കിൽ നോട്ട് ചെയ്തതിന് ശേഷം മാത്രം പ്രോബ്ലം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഓക്കെ, നമുക്കിനി ക്വസ്റ്റ്യൻ്റെ ഒരു പ്രോസസ്സിങ് പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് മാത്രമുള്ള ഒരു ഫിഗറാണ് നിങ്ങളുടെ മുന്നിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഫസ്റ്റ് എലമെൻറ്റ് മാത്രം ഇവിടെ പ്ലേസ് ചെയ്തേക്കുന്നു. ഒരു സൈഡ് ഫിക്സഡ് ആണ്, ഒരു സൈഡിൽ P എന്ന് പറഞ്ഞാൽ 200 കിലോ ന്യൂട്ടൺ അല്ലെങ്കിൽ 200 × 10⁻³ ന്യൂട്ടൺ ലോഡ് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ലെങ്ത്ത് 300 mm ആണ്. ഈ ഒരു എലമെൻറ്റിന് മാത്രം, ഈ ഒരു സിംഗിൾ എലമെൻറ്റിന് മാത്രം ഫൈനൈറ്റ് എലമെൻറ്റ് ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞ ഇക്വേഷൻ തന്നെയാണ് F is equal to K into U. അത് എഴുതി കഴിഞ്ഞാൽ എങ്ങനെ വരും നോക്കാം. ഈ കാണുന്നതാണ് ഇപ്പോൾ നമ്മൾ അങ്ങനെ എഴുതിയിട്ടുള്ള ഒരു ഇക്വേഷനാണ്. F1 F2 is equal to AE by L into 1 minus 1 minus 1 1 U1 U2. നമുക്കറിയാൻ പറ്റും ഫസ്റ്റ് എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ട് നോഡുകൾ വന്നിട്ടുള്ളത് ഫസ്റ്റ് എലമെൻറ്റിലാണ്, U1 ആൻഡ് U2. വേറൊരു കാര്യമുണ്ട്, U2 എന്ന് പറയുന്നത് സെക്കൻഡ് എലമെൻറ്റിനും കോമൺ ആയിട്ട് വരുന്ന ഒരു നോഡാണ്. ഓക്കെ, സോ നമുക്ക് F1 F2 എന്നുള്ള ഫോഴ്സ് എഴുതാം. ദെൻ സ്റ്റിഫ്നെസ് മെട്രിക്സ്, കാരണം അതൊരു 1 ഡയമെൻഷണൽ ബാറാണ്, വേറെ ഒന്നുമില്ല. 2 നോഡർ ആയിട്ടുള്ള ഒരു 1 ഡയമെൻഷണൽ ബാർ ആയതുകൊണ്ട് നമുക്ക് സ്റ്റിഫ്നെസ് മെട്രിക്സിൻ്റെ ഇക്വേഷൻ അതിനെ എഴുതാം. ദെൻ U1 U2 നമുക്ക് ഇവിടെ 2 ഡിസ്പ്ലേസ്മെൻറ്റ് കാര്യമായിട്ടുള്ളൂ. ഇനി അത് എഴുതി കഴിഞ്ഞാൽ എന്താണ് അടുത്ത് ചെയ്യാൻ നോക്കാം. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്തേക്കുന്നതാണ്, നമുക്കറിയാം AE/L. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വാല്യൂ നമ്മുടെ കയ്യിൽ ഉള്ളതാണ്. സോ നമുക്കത് അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഏരിയയുടെ വാല്യൂ ആയിട്ടുള്ള 2400 ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലെങ്ത്തിൻ്റെ വാല്യൂ ആയിട്ടുള്ള 300 ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ യങ്സ് മോഡുലസിൻ്റെ വാല്യൂ ആയിട്ടുള്ള E1 അതും നമ്മളവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ യൂണിറ്റുകളെല്ലാം കൺവേർട്ട് ചെയ്തിരിക്കണം. എസ്പെഷ്യലി നമ്മൾ യൂണിറ്റ് കൺവേർഷൻ വരിക ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതായത് നമുക്ക് മില്ലിമീറ്ററുള്ള എല്ലാത്തിനെയും മീറ്റർ സ്ക്വയറിലേക്ക് ആക്കണം, അല്ലെങ്കിൽ മില്ലിമീറ്റർ സ്ക്വയറിലെല്ലാം മീറ്റർ സ്ക്വയറിലേക്ക് ആക്കണം, മില്ലിമീറ്ററുള്ള എല്ലാം മീറ്ററിലേക്ക് ആക്കണം. അപ്പോൾ ഈ ഒരു കേസുള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെ കൺവേർഷൻസ് കഴിഞ്ഞാൽ മാത്രമാണ് കറക്റ്റായിട്ടുള്ളൊരു ആൻസർ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് അതിൻ്റെ ആൻസർ വന്നിട്ടുള്ളത്. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ടായിരുന്ന ഏരിയ mm² എന്നുള്ളത് മീറ്റർ സ്ക്വയറിലേക്ക് ആക്കാനായിട്ട് 2400 × 10⁻³ പിന്നെ ഇത് നമുക്ക് ഓൾറെഡി ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിലെ ആൻസർ തന്നിട്ടുള്ള രീതിയിൽ, അതായത് ഇവിടെ മീറ്റർ സ്ക്വയർ തന്നെയായിരുന്നു. സോ നമുക്ക് കൺവേർഷൻ്റെ ആവശ്യമില്ല. പക്ഷേ എന്നാലും ഇവർ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, താഴെ ഗിവൺ ഡാറ്റ എടുത്ത് എഴുതുമ്പോൾ നമ്മളതിനെ മില്ലിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് എഴുതിയിട്ടുള്ളത്. അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. കാരണം മീറ്ററിലാണ് ചെയ്യണമെങ്കിൽ അങ്ങനെ തന്നെ എഴുതാം. സോ നോ പ്രോബ്ലം. 10⁻17 × 10⁻9 തന്നെ എഴുതാം, മീറ്റർ സ്ക്വയർ ആണ്. പിന്നെ നമുക്ക് മാറ്റം വരുത്തേണ്ട കാര്യം തന്നെ ലെങ്ത്താണ്. ലെങ്ത്ത് 300 ആണ്. അതിനെ മീറ്ററിലേക്ക് ഇതിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് മില്ലിമീറ്ററിൽ നിന്ന് മീറ്ററിലേക്ക് ആക്കാനായിട്ട് 10⁻³ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ആൻസർ ഇതുപോലെ വരും. ഇതുപോലെയാണ് വരിക. 200 × അതായത് ഏരിയനെ നമ്മൾ ആദ്യം
mm² ആയ കാരണം m² 10³ കൊടുത്തു ഇൻറ്റു സ്ക്വയർ ആകെ mm² ആയ കാരണം വീണ്ടും സ്ക്വയർ കൊടുക്കണം. മില്ലിമീറ്ററിലേക്ക് മാറ്റാനുള്ള കൺവേർഷനാണിത്. മില്ലിമീറ്ററിൽ നിന്ന് മീറ്ററിലേക്ക് മാറ്റാനുള്ള കൺവേർഷനാണിത്. അത് കഴിഞ്ഞ് ഏരിയ കൊണ്ട് സ്ക്വയർ കൊടുക്കണം. പിന്നെ 17 ജനറേഷൻ ആയാലും അതുപോലെ തന്നെ ഇടാം. ലെങ്ത്തിന് നമ്മൾ മീറ്ററിലേക്ക് ആക്കാനാണ് ഈ 300 10⁻³ കൊടുക്കുന്നത്. ഇതെല്ലാം കൊടുത്ത് 10⁻³ ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാലാണ് നമുക്ക് കിട്ടുക എന്ത്, ഇതൊക്കെ ക്യാൻസൽ ചെയ്ത് പോയിട്ട് 2400 ഇൻറ്റു 17 10⁻³ വരുള്ളൂ ബൈ 300. അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കൊടുത്ത വാല്യൂവിലേക്ക് എത്തും. ഓക്കെ, ഈ കാണുന്ന ഒരു വാല്യൂവിലേക്ക് എത്തും. എന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പെട്ടെന്ന് അടുത്ത സ്റ്റേജിലേക്ക് ഇത് ഇങ്ങനെ രൂപത്തിലേക്ക് ആയിട്ടുണ്ട്. അതായത് 1 × 10⁻5 മാത്രം ഇവിടെ നിർത്തിയിട്ട് ബാക്കി 5.6 എന്നുള്ളൊരു വാല്യൂയാണ് അകത്ത് കിടക്കണേ. നിങ്ങളൊന്നും പേടിക്കണ്ട, വെറുതെ ഈ കാണുന്ന ഇവിടുന്ന് 1 × 10⁻5 എന്നുള്ളൊരു സാധനം നമ്മൾ വെറുതെ നിർത്തിയിട്ട് ബാക്കിയുള്ളതിനെല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു വാല്യൂ ആണ് 5.6. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5.6 ഇൻറ്റു 10⁻5 ആയിരിക്കും ഇവിടെ നമ്മൾ ഇതെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ള റൈറ്റ് ആൻസർ. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് മൊത്തം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5.6 ഇൻറ്റു 10⁻5 ആണ്. അതിന് നമ്മൾ എന്ത് ചെയ്തു, ഈ 10⁻5 നമ്മൾ അവിടെ നിർത്തി 5.6 മാത്രം ഉള്ളിലേക്ക് എടുത്ത് എഴുതി. എന്തെങ്കിലും തെറ്റുണ്ടോ? കുഴപ്പമില്ലല്ലോ, കറക്റ്റായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എല്ലാം വണ്ണുകളായതുകൊണ്ട് നമുക്ക് വാല്യൂവിൽ ചേഞ്ച് ഒന്നും വരില്ല. പക്ഷേ സൈനുകൾ വ്യത്യാസമുള്ളതുകൊണ്ട് ആ സൈനിലാണ് നമുക്ക് മെയിനായിട്ട് വ്യത്യാസം വരിക. സോ ഇവിടെ കിട്ടിയ 5.6 × 10⁻5 എന്നുള്ള വാല്യൂവിൽ നിന്ന് 5.6 മാത്രം നമ്മൾ അകത്തേക്ക് എടുത്ത് എഴുതിയത്. സോ ആദ്യത്തെ കേസിൽ +1 ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ 5.6 തന്നെ. അടുത്തതിൽ -1 ആയിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ -5.6. ദെൻ ഇവിടെ -1 ആണ്, -5.6. ഇവിടെ പോസിറ്റീവ് ആണ് 5.6 ഇൻറ്റു u1 u2 = f1/f2. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഫസ്റ്റ് എലമെൻറ്റിൻ്റെ ഫൈൻഡ് എലമെൻറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത് നിങ്ങൾക്ക് കണ്ടുപിടിച്ചോളൂ ഈസി ആയിട്ട്. അടുത്ത എലമെൻറ്റ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് എലമെൻറ്റ് എന്ന് പറയുമ്പോൾ ഇതുപോലെ ഇരിക്കും. അതായത് ആ സെക്കൻഡ് എലമെൻറ്റിനെ മാത്രം നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഒരു പിക്ചറാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഈ റൈറ്റ് സൈഡിൽ ഫിക്സറാണ്. പിന്നെ നമുക്കൊരു കാര്യമുള്ളത് u2, അതായത് നോഡുകൾ എന്ന് പറഞ്ഞാൽ നമ്പർ 2 നോഡുണ്ട്, നമ്പർ 3 നോഡുണ്ട്. പിന്നെ അതുപോലെ u2 എന്ന് പറഞ്ഞ നോഡിൽ നിന്നാണ് ലോഡ് p വന്നുള്ളത്. പിന്നെ ഒരു ലെങ്ത് വന്നിട്ടുണ്ട്. ഇത്രയാണ് ഈ ഫിഗറിലുള്ളത്. സോ ഈ ഒരു സെക്കൻഡ് എലമെൻറ്റിൽ എങ്ങനെയാണ് ഫൈനൈറ്റ് എലമെൻറ്റ് ഇക്വേഷൻ വരിക എന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത മാതിരി തന്നെ ഏരിയ, യങ്സ് മോഡുലസ്, ലെങ്ത് ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 600 × 200 × 10⁻3. നമ്മുടെ കൺവേർഷൻസൊക്കെ യൂണിറ്റ് കൺവേർഷൻസൊക്കെ മീറ്ററിലേക്ക് മാറ്റിയതിന് ശേഷമുള്ള ആൻസറാണിത്. അതൊന്നുകൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് അവിടെ നമ്മൾ ചെയ്യുമ്പോൾ കിട്ടിയത് ആൻസർ ഇതായിരിക്കും. ആൻസർ ശരിക്കും കിട്ടിയിട്ടുണ്ടാവുക ഇതായിരിക്കും. 3 × 10⁻5 ആയിരിക്കും ആൻസർ കിട്ടിയിട്ടുണ്ടാവുക. അതിൽ 3 എന്ന് പറഞ്ഞ ടൈമിനെ മാത്രം ഉള്ളിക്കെടുത്ത് എഴുതി. ഉള്ളിക്കെടുത്ത് എഴുതുമ്പോൾ 3 മൾട്ടിപ്ലൈ 1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3, -1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -3, ഇവിടെ -1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -3, 1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3. അപ്പോൾ ഇവിടെ വീണ്ടും ബാലൻസ് ആയിട്ടുള്ള 10⁻5 എന്നുള്ള സാധനം വന്നു. അപ്പോൾ ഇത് എന്തിനാണ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ആൻസറിൽ ഇവിടെ 10⁻5 ഉണ്ട്, അതുപോലെ തന്നെ ആദ്യത്തെ നോഡിൽ ചെയ്തപ്പോൾ അവിടെ ഒരു 10⁻5 ഉണ്ട്. അപ്പം നമ്മുടെ കാൽക്കുലേഷൻസ് ഇത്തിരി കൂടി സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോമൺ ആയിട്ട് എടുത്ത് പുറത്തേക്ക് എഴുതണ നേരത്തൊക്കെ കുറച്ചുകൂടി എളുപ്പത്തിൽ എടുത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ തന്നെ ഇതിന് കോമൺ ആക്കി നിർത്തുന്നത്. അതൊരു അത്യാവശ്യമായിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ എപ്പോഴും ഈ ഏരിയ യങ്സ് മോഡുലസ് / L എന്നുള്ള ടൈമിലേക്ക് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന ആൻസറിന് ഏതെങ്കിലും ഒരു കോമൺ സാധനം മാത്രമേ പുറത്ത് നിർത്താൻ പാടുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ മാതിരി 3 × 10⁻5 എന്നുള്ള വാല്യൂന്ന് 3 മാത്രം ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. സോ ഇവിടെ 1 × 10⁻5 എന്നുള്ള രീതിയിൽ അവിടെ നമുക്ക് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കി കഴിഞ്ഞാൽ ഇവിടെ u2 ഉണ്ട്, u3 ഉണ്ട്. കാരണം എന്താ, ഇവിടെയുള്ള നോഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ 2ഉം നമ്പർ 3 ആണ് നമുക്ക് നോഡുകളായിട്ടുള്ളത്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ള ടൈം u1 u2, കഴിഞ്ഞ കേസിൽ u1 u2 ആണ്, പക്ഷേ ഇവിടെ u2 u3. അതുപോലെ തന്നെ ഫോഴ്സിൻ്റെ കേസ് നോക്കുമ്പോൾ ഇപ്രാവശ്യം ഇവിടെ f1 f2 മാറിയിട്ട് f2 f3 ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സെക്കൻഡ് എലമെൻറ്റിൻ്റെ ഫൈനൈറ്റ് എലമെൻറ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞ ടൈം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെ ഇതിനെ മുന്നിൽ കമ്പൈൻ ചെയ്യാന്നുള്ള കാര്യം നോക്കാം. കമ്പൈൻ ചെയ്യുമ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് എങ്ങനെയാണ് ഇതിനെ കമ്പൈൻ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇതുപോലെ ആയിരിക്കും ഏകദേശം അറേഞ്ച് ചെയ്യേണ്ടി വരിക. അപ്പോൾ ഈ ഒരു പിക്ചറിൽ 3 എലമെൻറ്റിൻ്റെ കേസാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് 2 എലമെൻ്റ് ഉള്ളത്, അതായത് എലമെൻറ്റ് 1ഉം എലമെൻറ്റ് 2ഉം. അപ്പോൾ എലമെൻറ്റ് 1ഉം എലമെൻറ്റ് 2 ഇതേപോലെ തന്നെ അറേഞ്ച് ചെയ്ത് എഴുതുക. എന്നിട്ട് ഇവിടെ കോമൺ ആയിട്ട് വരുന്ന ഈ 2 സാധനമാണ്, അത് ഈ കോർണറിൽ വരുന്നതും ഈ കോർണറിൽ വരുന്നതും നമ്മൾ ആഡ് ചെയ്തിട്ട് വേണം എഴുതാനായിട്ട്. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നിനും മനസ്സിലാവും. ബാക്കിയുള്ളടത്തൊക്കെ 0 കൊടുക്കാം. ഇതുപോലെയാണ് നമ്മൾ ഒരു ജോയിൻ ചെയ്ത് വരുന്നത്. 3 എലമെൻ്റ് ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരു ചെയിൻ പോലെ ജോയിൻ ചെയ്ത് വരണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഈ ഒരു കേസിൽ ഈ ഒരു പ്രോബ്ലത്തിൽ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത് 10⁻5 എന്നുള്ള കോമൺ ടൈം നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും. കാരണം a/L എന്നുള്ള ടൈം
രണ്ട് കേസിൽ ഒരു സംഭവം പുറത്തേക്ക് എടുക്കാം. പിന്നെ അതുപോലെ ഒരു മെട്രിക്സ് ജോയിൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും. 5.6 5.6 5.6 ഇവിടെ കോർണറിൽ ഒരു 5.6 ഉണ്ടായിരുന്നു. അതുപോലെ സെക്കൻഡ് മെട്രിക്സിൻ്റെ കോർണറിൽ ഒരു 3 ഉണ്ടായിരുന്നു. സോ ഈ 5.6ഉം ഈ 3യും തമ്മിൽ ആഡ് ചെയ്തിട്ട് വേണം, അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു എലമെൻറ്റ് മാത്രം രണ്ട് മെട്രിക്സിൽ നിന്നും ഓരോ എലമെൻറ്റുകൾ മെർജ് ചെയ്തതിന് ശേഷം വേണം നമ്മളവിടെ മെട്രിക്സ് എഴുതാനായിട്ട്. ബാക്കിയുള്ളടത്തൊക്കെ 0 എഴുതാം. ഓക്കെ, 0 നിങ്ങൾക്ക് ഒന്നുകൂടി ഞാൻ വേണമെങ്കിൽ ഒന്ന് ഇതിൽ എങ്ങനെയാണ് മെട്രിക്സ് കിടക്കണമെന്നൊന്ന് വരച്ച് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവും. ഇതുപോലെയാണ് അത് കിടക്കുന്നുണ്ടാവുക. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഞാനൊന്നിങ്ങനെ മാർക്ക് ചെയ്തിട്ടുള്ളതാണ് സിമ്പിളായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ കോമൺ ആയിട്ടുള്ള 10⁵ അല്ല 1 × 10⁵ എന്നുള്ള കോമൺ ആയിട്ട് പുറത്തെടുത്തു. ഈ റെഡ് ഇതൊരു കള്ളിയിൽ കാണുന്നതാണ് നമ്മൾ ഈ പറയുന്ന ഫസ്റ്റ് എലമെൻറ്റിൻ്റെ മെട്രിക്സ് ഉണ്ടായിരുന്നത്, 5.6ൻ്റെ മെട്രിക്സ് ഉണ്ടായിരുന്നത്. ഈ ബ്ലൂവിലുള്ള സംഭവമാണ് സെക്കൻഡ് എലമെൻറ്റിൻ്റെ മെട്രിക്സ് ഉണ്ടായിരുന്നത്, 3 ആണ്. അത് രണ്ടും കൂടി അസംബിൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കോമൺ പോയിൻ്റ് ആയിട്ട് ഫസ്റ്റ് മെട്രിക്സിൻ്റെ താഴെയുള്ള കോർണറിലെയും സെക്കൻഡ് മെട്രിക്സിൻ്റെ മുകളിലുള്ള കോർണറിൻ്റെയും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഇവിടെ ആൻസർ എഴുതേണ്ടത്. അതില്ലാതെ നമ്മൾ ഈ മെട്രിക്സിനെ സിമെട്രി മെട്രിക്സ്, അതായത് ഒരേ റോവും ഒരേ കോളാക്കാൻ വേണ്ടിയിട്ട് ബാലൻസ് ഉള്ളതിലൊക്കെ നമ്മൾ എന്ത് ചെയ്തു, 0 ആഡ് ചെയ്തു. വെറുതെ കണ്ട് 0 ആഡ് ചെയ്ത് കൊടുക്കുക. മെട്രിക്സ് ജോയിൻ ചെയ്തതിന് ശേഷം കോർണർ ടു കോർണർ മെട്രിക്സ് ജോയിൻ ചെയ്തതിന് ശേഷം ബാലൻസ് ഉള്ള എലമെൻ്റൊക്കെ കിട്ടാനായിട്ട് നമ്മൾ വെറുതെ 0 ആഡ് ചെയ്ത് പോയാൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ മെട്രിക്സ് അസംബിൾ ചെയ്യേണ്ടത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞാണ് എങ്ങനെയാണ് അസംബിൾ ചെയ്യുന്നുള്ള കേസ്. എന്നാലും ഒന്നുകൂടി പറഞ്ഞത് മാത്രമല്ല, ഫസ്റ്റ് മെട്രിക്സ് ആണ് സെക്കൻഡ് മെട്രിക്സ് ആണ്. അസംബിൾ ചെയ്തിട്ടുള്ള കോമൺ പോയിൻ്റാണ് ഈ ഒരു ഗ്രീൻ റൗണ്ടിൻ്റെ ഉള്ളിൽ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് സിമ്പിളായിട്ട് നോക്കി അറിയാൻ പറ്റും. 5.6 + 3 ആണെങ്കിൽ അടുത്ത കേസിൽ ഈ ഒരു ഗ്രീൻ റൗണ്ടിൻ്റെ ഉള്ളിൽ കിടക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 8.6 ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പ്രോബ്ലത്തേക്ക് പോകാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇപ്പോൾ ഫൈനലായിട്ട് കിട്ടി, നമ്മൾ അസംബിൾ ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷൻ കിട്ടി. 1 × 5 ഇൻറ്റു മെട്രിക്സ് 5.6 - 5.6 0 -5.6 8.6, അതായത് ഇവിടെ നമ്മൾ കോമൺ ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ള പോയിന്റ്. ദെൻ -3 0 -3 3, ദെൻ U1 U2 U3 F1 F2 F3 അതുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത്രയും കാര്യമായപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ എന്തൊക്കെ ചെയ്തു വെച്ചാൽ നമ്മൾ ഫൈനൈറ്റ് എലമെൻറ്റിൻ്റെ 2 ഇക്വേഷൻസ് കണ്ടുപിടിച്ചു, അതിനെ അസംബിൾ ചെയ്ത് വെച്ചു. ഇനി ഈ ഇക്വേഷനാണ് നമുക്കിനി ഓരോ സംഭവങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ അൺനോൺസ് ആണ് അല്ലേ. ഈ U1 U2 U3 ഒക്കെ അൺനോൺസ് ആണ്, F1 F2 F3 ഒക്കെ അൺനോൺസ് ആണ്. ഈ അൺനോൺസിനെ എങ്ങനെ ഇനി മെട്രിക്സ് സോൾവ് ചെയ്തിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇനിയുള്ള സ്റ്റെപ്പിൽ പറയാൻ പോകുന്നത്. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേട്ടോളൂ. മനസ്സിലായില്ലെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേട്ടോ. വളരെ എളുപ്പമാണ്. ഒരു പ്രോബ്ലം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പ്രീ പ്രോസസ്സിങ് കഴിഞ്ഞു. നമ്മൾ ഫസ്റ്റ് സിലബസിൽ നമുക്കൊരു ടോപ്പിക്കുകളാണ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ബൗണ്ടറി കണ്ടീഷൻസ്. അപ്പോൾ എന്താണ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ബൗണ്ടറി കണ്ടീഷൻസ് എന്നുള്ളത് ഇതിൽ പറയാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഈ ഫിഗർ നമ്മൾ ആദ്യം പഠിച്ച സമയത്ത് നമുക്കറിയാം, രണ്ട് സൈഡും, അതായത് ഈ ഒരു പിക്ചറിൻ്റെ രണ്ട് സൈഡും ഫിക്സഡ് ആയിരുന്നു. നമുക്ക് ഇപ്പോൾ കാണിച്ചു തരാം അല്ലേ. ഈ സൈഡും ഫിക്സഡ് ആയിരുന്നു, ഈ സൈഡും ഫിക്സഡ് ആയിരുന്നു. സോ ഇവിടെ നോഡ് 1 എന്നുള്ള പോയിന്റ് ഡിസ്പ്ലേസ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. കാരണം ഫിക്സഡ് ആണല്ലോ. ഫിക്സഡ് ആയിരുന്നു ഇനി അത് പറിച്ചെടുക്കേണ്ടി വരും, അത് നടക്കില്ല. സോ അത് ഡിസ്പ്ലേസ്മെൻറ്റ് അവിടെ 0 ആയിരിക്കും. സോ നോഡ് 1ൻ്റെ, അതായത് U1ൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് അവിടെ 0 ആയിട്ടാണ് നമ്മൾ സാധാരണ എടുക്കാറ്. U2 എന്ന് പറയുന്ന നോഡിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം അവിടെ ലോഡ് വന്നിട്ടുണ്ട്, അപ്പോൾ അതിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ നമുക്കതൊന്നും U2 0 എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ ഈ പോയിന്റ് 3 എന്ന് പറയുന്ന പോയിന്റും ഫിക്സഡ് ആണ്. സോ അതിനും നമുക്ക് അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ചുരുക്കി പറഞ്ഞാൽ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഈ പിക്ചറിലാണെങ്കിൽ കറക്റ്റ് നോഡുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നോഡ് 1 എന്നുള്ളത് മൂവ്മെൻറ്റ് ഉണ്ടാവില്ല. അപ്പോൾ U1 = 0. നോഡ് 2ന് മൂവ്മെൻറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഉണ്ടായേക്കാം. സോ അവിടെ 0 ആവില്ല. നോഡ് 3 എന്ന് പറയുന്നത് അത് 0 ആയിരിക്കും, കാരണം ഫിക്സഡ് ആണ്. സോ അതിന് മൂവ്മെൻറ്റ് ഉണ്ടാവില്ല. U3 = 0. അപ്പോൾ നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റുകളുടെ വാല്യൂസ് വല്ലതും നമുക്ക് അറിയുമെന്ന് നോക്കുക. അതിനെ അപ്ലൈ ചെയ്യണതിനാണ് ഈ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ മെട്രിക്സിൽ U1 ഉള്ളിടത്ത് 0 കൊടുത്തു, വെറുതെ കൊടുത്തു, കാരണം നമുക്ക് ഫിക്സഡ് ആയതുകൊണ്ട് 0 ആണ്. U2 ഉള്ളിടത്ത് നമ്മൾ വെറുതെ U2 ഉള്ളിടത്ത് 0 കൊടുത്തില്ല, അത് അവിടെ ഉണ്ട്. അതുപോലെ തന്നെ U3 ഉള്ളിടത്ത് നമ്മൾ 0 കൊടുത്തു. ഓക്കെ, അവിടെ നമ്മൾ 0 കൊടുത്തു. പിന്നെ നമുക്ക് ഈ കേസിൽ വേറെ പ്രത്യേകിച്ച് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്തു. അതായത് എല്ലാ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ആ വാല്യൂസ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് കേസ് ഇംപ്ലിമെൻ്റ് ആയി. ഇനി നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ F1 F2 F3 വല്ലതും അറിയുമോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ F1 നോഡ് 1 ഇതായതുകൊണ്ട് F1 എന്നുള്ള വാല്യൂ ഇവിടെ ആയിരിക്കും, നോഡ് 2 ഇതായതുകൊണ്ട് F2 എന്നുള്ള വാല്യൂ ഇവിടെ ആയിരിക്കും, നോഡ് 3 ആയതുകൊണ്ട് ഇവിടെ F3 എന്നുള്ള വാല്യൂ ഇവിടെ ആയിരിക്കും. അപ്പം നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടറിയാം, നമുക്ക് നോഡ് 2ൽ മാത്രമാണ് ഒരു ഫോഴ്സ് വന്ന് കിടക്കുന്നത്, ഒരു ലോഡ് എന്ന് പറയുന്നത് നോഡ് 2ൽ മാത്രമുള്ളൂ. സോ ഇവിടുത്തെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടി, 200 kN. വേറെ പോയിന്റുകളിലൊന്നും ഫോഴ്സുകളില്ല.
ഇല്ലല്ലോ, പിക്ചറിൽ കൊടുത്തിട്ടില്ല. ഫോഴ്സ് നോഡ് 1 ഫോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല, നോഡ് 3 ഫോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. മാത്രമല്ല സെൽഫ് വെയിറ്റിനെ പറ്റിയിട്ട് ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. സോ സെൽഫ് വെയിറ്റ് എന്നുള്ള കേസ് നെഗ്ലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ വാല്യൂസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ F1 0, F2 200 kN, F3 0. അങ്ങനെയാണ് നമ്മൾ അടുത്ത ബൗണ്ടറി കണ്ടീഷൻസ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചെയ്യേണ്ടത്. സോ നമ്മൾ പറഞ്ഞ മാതിരി F1 0, F2 200 F3 0, അതും കൂടി നമ്മൾ ആഡ് ചെയ്തു. സോ ഈ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുന്ന സ്റ്റേജ് എന്ന് പറയാം. ഇതുകൊണ്ട് കഴിഞ്ഞോടുകൂടി നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുന്ന പരിപാടി ഇവിടെ അവസാനിച്ചു. ഇനി നമുക്ക് ഈ ഇക്വേഷനിൽ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, ആകെ കൂടി നമുക്ക് അൺനോൺ ആയിട്ടുള്ളൊരു വാല്യൂ എന്ന് പറയുന്നത് U2 മാത്രമാണ്. അല്ലേ, നിങ്ങൾ നോക്കി ആ കൂടി അറിയാത്ത ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ U2 മാത്രമാണ്. അതായത് ഒരു കോൺസ്റ്റൻറ്റ്, ഒരു അൺനോൺ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ U2 മാത്രമാണ്. സോ ഈ U2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അല്ലേ. സിമ്പിളായിട്ട് നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ഈ 1 × 10⁵ ഇൻറ്റു ഈ ഒരു റോ മാത്രം എടുക്കുക, -5.6, 8.6, -3 ഈ റോ വെച്ചിട്ട് ഈ ഒരു കോളം മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോഴും നമുക്ക് U2 എന്ന് പറയുന്ന ഒരു അൺനോൺ മെട്രിക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഈക്വൽ ടു ഈ ഒരു വാല്യൂ 2 × 10⁵. ഇങ്ങനെ ഒരു ഇക്വേഷൻ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് U2ൻ്റെ ആൻസർ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് കണ്ടുപിടിക്കുക. അതാണ് അടുത്ത ഇതിൽ പറയുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ മാതിരി 1 × 10⁵, പിന്നെ U2ൻ്റെ അപ്പുറത്തും 0 ഉണ്ട്, ബാക്കി 2 എലമെൻറ്റ് എടുക്കേണ്ട കാര്യമില്ല. സോ 8.6 × U2 = 2 × 10⁵. നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ആ മെട്രിക്സിലെ നമ്മൾ പ്രീവിയസ് പറഞ്ഞ നമ്മളെ ഈ ഒരു സിംഗിൾ മെട്രിക്സിലെ ഈ ഒരു റോ മാത്രം എടുത്തിട്ട് ഈ ഒരു കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഇക്വേഷൻ ഈ ഒരു 2.5 എന്നുള്ള സെക്കൻഡ് എലമെൻറ്റിനായിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്തു. എന്നിട്ട് U2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിമ്പിളായിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ U2 എന്ന് പറയുന്ന ആ ഒരു കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കിട്ടി. അതുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് സബ് ക്വസ്റ്റിൻ്റെ ആൻസർ നമ്മളിവിടെ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു. U2 = 0.2325. അതായത് നമ്മുടെ ക്വസ്റ്റിൻ്റെ ഫസ്റ്റ് കേസിൽ എന്താ പറഞ്ഞത്, ലോഡ് P ആക്ട് ചെയ്യുന്ന പോയിൻറ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. സോ U2 ആണ് ലോഡ് P ആക്ട് ചെയ്യുന്ന പോയിൻറ്റ്. സോ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മളിവിടെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. സോ നമ്മുടെ ഫസ്റ്റ് സബ് ക്വസ്റ്റിൻ്റെ ആൻസർ ഇവിടെ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കുക? സെക്കൻഡ് സബ് ക്വസ്റ്റിൻ്റെ ആൻസറുകൾ നോക്കാം. നിങ്ങൾക്ക് അറിയാൻ പറ്റും സ്ട്രെസ്സാണ് കണ്ടുപിടിക്കേണ്ടത്. സോ സ്ട്രെസ് = നമ്മൾ ഓൾറെഡി ഫസ്റ്റ് കേസിൽ നമ്മൾ വീഡിയോ തുടങ്ങുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കാൻ. സോ E1 = U2 U1/L1. അതെല്ലാം നമുക്ക് അറിയാവുന്ന വാല്യൂ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് യങ്സ് മോഡുലസ് കിട്ടും. സിമ്പിളായിട്ട് നമുക്ക് സ്ട്രെസ് കണ്ടുപിടിക്കാം. കാരണം യങ്സ് മോഡുലസിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ലെങ്ത്തിൻ്റെ ഒക്കെ വാല്യൂസ് നമുക്ക് അറിയാവുന്നതാണ്. സോ അതിന് കണ്ടുപിടിച്ചു 54.25 Nm². അതായത് നമുക്ക് കിട്ടി ടെൻസൈലാണ്. അതായത് നമുക്ക് വലിക്കുന്ന പോലെയാണ്, കംപ്രസീവ് അല്ല, ടെൻസൈലാണ്. പോസിറ്റീവാണ് കിട്ടി. സോ നമുക്കത് ടെൻസൈലാണെന്ന് പറയാം. അതുപോലെ അടുത്തത് കണ്ടുപിടിക്കാം സ്ട്രെസ് 2. സെക്കൻഡ് എലമെൻറ്റിൽ ഉണ്ടായിട്ടുള്ള എലമെൻറ്റ് പറയുമ്പോൾ E2 നമുക്കറിയാവുന്ന വാല്യൂയാണ്, U3 U2 ഒക്കെ അറിയാം. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, /L2 ചെയ്തപ്പോൾ ആൻസർ കിട്ടിയത് -ആണ് കിട്ടി. സോ അത് നമുക്ക് കംപ്രസീവ് സ്ട്രെസ്സാണ് അവിടെ ആക്ട് ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് കിട്ടി. സോ നമ്മുടെ സെക്കൻഡ് സബ് ക്വസ്റ്റിനും ആൻസർ ഓക്കെ. അതുപോലെ അത് നമ്മൾ കണ്ടുപിടിച്ചതാണ്, നമ്മൾ 2 എലമെൻറ്റിൻ്റെ സ്ട്രെസ്സുകളാണ് കണ്ടുപിടിച്ചത്. സോ നമ്മുടെ സെക്കൻഡ് സബ് ക്വസ്റ്റിൻ്റെ ആൻസർ നമ്മളിവിടെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന റിയാക്ഷൻ ഫോഴ്സാണ്. നമ്മൾ റിയാക്ഷൻ ഫോഴ്സിൻ്റെ ഇക്വേഷൻ ആദ്യം നമ്മൾ പറഞ്ഞിരുന്നു. നമ്മുടെ ക്വസ്റ്റ്യൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ എഴുതി കാണിച്ചൊരു ഇക്വേഷനാണ്. റിയാക്ഷൻ ഫോഴ്സുകൾ R = K × U - F. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ ഇക്വേഷൻ അതുപോലെ അറേഞ്ച് ചെയ്തു. R1 R2 R3 3 നോഡുകളാണല്ലോ. സോ 3 നോഡിലും സെപ്പറേറ്റ് റിയാക്ഷൻസ് ഉണ്ട് എന്നുള്ള അസംഷനിൽ നമ്മൾ 3 റിയാക്ഷൻ ഫോഴ്സ് റെപ്രസെൻറ്റ് ചെയ്ത് എഴുതി. = 1 × 10⁵ മൾട്ടിപ്ലൈ ചെയ്തു. ഇതാണ് നമ്മുടെ K എന്ന് പറഞ്ഞ മെട്രിക്സ് K ഇതാണ്. ദെൻ U മെട്രിക്സ് U ഇതാണ്. ദെൻ മെട്രിക്സ് F ഇതാണ്. സോ അതങ്ങനെ ജസ്റ്റ് കറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം ഓരോ സ്റ്റെപ്പ് വഴി നമുക്കിങ്ങനെ ആദ്യം നമുക്ക് ഈ റോ വെച്ച് മൾട്ടിപ്ലൈ U അതായത് മെട്രിക്സ് Kയിലെ ഈ ഒരു മെട്രിക്സ് എടുത്തിട്ട് ഈ ഒരു മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ കണ്ടുപിടിച്ചു. എന്നിട്ട് അതിനെ മൈനസ് ചെയ്തു, വീണ്ടും എന്നിട്ട് ഈ ഒരു ആൻസറിനെ ഇതിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് ഈ വാല്യൂസ് മൈനസ് ചെയ്തു. ദെൻ നമ്മൾ റിയാക്ഷൻ്റെ ആൻസറുകളും കണ്ടുപിടിച്ചു. സോ റിയാക്ഷൻ 1 എന്ന് പറയുന്നത് -1.302 × 10⁵. റിയാക്ഷൻ 2 എന്ന് പറയുന്നത് 0. റിയാക്ഷൻ 3 എന്ന് പറയുന്നത് -0.6975 × 10⁵. ഇതോടുകൂടി നമ്മുടെ മൂന്നാമത്തെ സബ് ക്വസ്റ്റിൻ്റെ ആൻസർ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ നോഡൽ റിസൾട്ട് ഒന്നുകൂടി എല്ലാം കണ്ടുപിടിച്ച റിസൾട്ടുകളെല്ലാം നമ്മൾ എക്സാമിന് എഴുതുന്ന സമയത്ത് കണ്ടുപിടിച്ച റിസൾട്ടുകളെല്ലാം ഓരോരോ സ്റ്റെപ്പിൽ എടുത്തുകൊണ്ട് വന്ന് ലാസ്റ്റ് എല്ലാം കൂടി എഴുതി കഴിഞ്ഞാൽ വാല്യൂ ചെയ്യുന്ന ആൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ വാല്യൂ ചെയ്യാൻ പറ്റും. സോ അതിങ്ങനെ എഴുതി വയ്ക്കുന്നത് കുറച്ചും നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ അറേഞ്ച് ചെയ്ത് എഴുതിയിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. പോലെ തന്നെ റിസൾട്ട് നോഡൽ ഡിസ്പ്ലേസ്മെൻറ്റ് U2 എഴുതുക, സ്ട്രെസ് ഇൻ ഈച്ച് മെറ്റീരിയൽ അതുപോലെ എഴുതുക, റിയാക്ഷൻ ഫോഴ്സ് R1 and R3 and R1 അതുപോലെ എഴുതുക, കറക്റ്റായിട്ട് എഴുതുക. കാരണം R2 0 ആണ്. സോ നമുക്കത് എഴുതണമെന്നില്ല, നിർബന്ധമില്ല. അത്ര എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആൻസർ ഇടുക. ജസ്റ്റ് ലാസ്റ്റ് ഒരു നോട്ട് ചെക്കിംഗ് ഉണ്ട്. ആൾവേസ്
summation of the obtained reaction force is equal to given force but the sign changes. We know that the reaction force is equivalent and opposite to the applied force. ആ നോട്ടിൽ പറയണമെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ 3 റിയാക്ഷനും കൂടി ആഡ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ R1 R2 R3 എന്നുള്ള വാല്യൂ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ആകെ കൂടിയുള്ള ഒരു ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F2 ആയിരുന്നു 2×10⁵. ഈ ഒരു വാല്യൂവിനോട് ഈക്വൽ ആവുന്നു. അത് നമ്മളിപ്പോൾ ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം -1.9 സൈൻ മാത്രമേ മാറ്റേണ്ടാവുള്ളൂ. അപ്പോൾ ഏകദേശം -1.9 തന്നെ വരുന്നത്, അതിന് അറൗണ്ട് 2 വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് ഈ ഒരു ഇക്വേഷൻ നമ്മൾ ആൻസർ ശരിയാണെന്നുള്ള കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താം. അപ്പോൾ ഒന്നുമില്ല, പറഞ്ഞതാണ് ഇത്ര ഒരു ലാസ്റ്റായിട്ട് പോയിന്റ് പറഞ്ഞതാണ്. ചെക്ക് ഇവിടെ എഴുതിയിട്ടുള്ള നോട്ട് എന്ന് പറഞ്ഞതാണ് എല്ലാ റിയാക്ഷനും കൂടി കൂട്ടി നോക്കുക. ഈ -1.302 × 5 + 0 ± -0.6975 × 10⁵ കൂട്ടി നോക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പിക്ചറിലുണ്ടായിരുന്ന ആകെ കൂടിയിട്ടുള്ള ഒരു ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 2×10⁵ ആണ്. ഇത് കിട്ടുന്നുണ്ട് നോക്കുക, അത് കിട്ടുന്നുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ നമ്മുടെ ആൻസർ ഈസ് റൈറ്റ്. ഇതാണ് നമ്മുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലത്തിൻ്റെ മോഡൽ. ഈ ഒരു മോഡൽ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഓരോ ഡിഫറെൻറ്റ് കേസുകൾ ഉണ്ടെന്നുള്ളൂ. അപ്പോൾ എന്തായാലും താങ്ക് യു.